ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അനീസസ് കിച്ചൻ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഒരു കാട റോസ്റ്റാണ്. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് ഒരു 4 മീഡിയം സവാള കട്ട് ചെയ്ത് വെച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അല്ലി നല്ലപോലെ ഗ്രേറ്റ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നല്ലപോലെ ഗ്രേറ്റ് ചെയ്തത്, ഇതൊരു 5 to 6 പച്ചമുളകാണ്, അത് സ്ലിറ്റ് ചെയ്ത് വെച്ചത്, ഇത് 2 ടൊമാറ്റോ അത് നല്ല കട്ട് ചെയ്തത്, പിന്നെ കറിവേപ്പില ആവശ്യത്തിന്. ഇത് നമുക്ക് ആദ്യം എണ്ണയിലിട്ട് പൊട്ടിക്കാൻ വേണ്ടി 2 ഉണക്കമുളക്, പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പൂ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. പിന്നെ നമുക്ക് വേണ്ടത് കാടയാണ്. അത് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കാട. ഇതൊരു 6 കാടയുണ്ട്, ഏകദേശം ഒരു 600 ഗ്രാം. ഇത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചാണ്. ഒരു 30 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് എണ്ണ. ഇത് ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അടുത്തതായി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. നമ്മൾ അതിനു വേണ്ടി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട. കാട നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാട ആദ്യം നമ്മളൊന്ന് 2 മിനിറ്റ്സ് ഫ്രൈ ചെയ്യും. ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. എണ്ണ ചൂടായി കഴിഞ്ഞ് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടുന്ന ഒരു നല്ല മണത്തിനൊക്കെയാണ്. ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല മണമൊക്കെ കിട്ടും. വേണ്ടി നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കാട ഓരോന്നായി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 6 കാടയാണ്, ഏകദേശം ഒരു 600 ഗ്രാം കാടയുള്ളത്. ഒരു 2 മിനിറ്റ്സോളം 2 സൈഡും ഫ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഫുൾ കുക്ക് ചെയ്യണമെന്നില്ല, കാരണം നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ സവാളയിലും എല്ലാം അരപ്പിലിട്ട് നമ്മളത് കുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഇതായാൽ മതി. കാട എല്ലാം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഓരോന്നോരോന്നായി ഇങ്ങോട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല മണമൊക്കെ ഇപ്പോഴേ വരുന്നുണ്ട്. വേറെ പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ട് വേറെ പാനിൽ നമുക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറെ പാൻ എടുത്ത്
ആ പാനിൽ തീ കത്തിച്ച് പാൻ ചൂടാവുമ്പോൾ നമ്മൾ അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ്. നമ്മൾ നേരത്തെ കാട ഫ്രൈ ചെയ്ത എണ്ണ ഒഴിച്ചാൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ സ്വല്പം ആ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ബാക്കി ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. മതി, ഇത്രയും മതി. ഒഴിച്ചിട്ട് എണ്ണ ഏകദേശം ചൂടാണ്. അതിലേക്ക് നമുക്ക് ഏലക്ക, ഗ്രാമ്പു, പട്ട, ചെറിയ ജീരകം, വലിയ മുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് സോഫ്റ്റായിട്ടുണ്ട്, വഴറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ഒന്ന് വഴറ്റണം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നേരത്തെ നമ്മൾ കാട ഫ്രൈ ചെയ്ത് വെച്ച് ഓയിലായതുകൊണ്ട് നല്ല മണം വരുന്നുണ്ട്. റോസ്റ്റൊക്കെ ചെയ്യാൻ ഇങ്ങനത്തെ ചീനിച്ചട്ടിയാണ് നല്ലത്. അപ്പം നല്ല ആ ഒരു റോസ്റ്റിൻ്റെ കളറും ഒരു ടേസ്റ്റും നമുക്ക് കിട്ടും. നോൺ സ്റ്റിക്ക് പാനിനെക്കാട്ടി നല്ലത് ഇങ്ങനത്തെ ചീനിച്ചട്ടി എടുക്കുന്നതാണ് റോസ്റ്റ് ചെയ്യാൻ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ചീനിച്ചട്ടി ആകുമ്പോൾ അല്ലെ അടി പിടിക്കുക, അത്ര പക്ഷേ ടേസ്റ്റ് ആയിരിക്കും മറ്റേ നോൺ സ്റ്റിക്കിനെ കാട്ടി. അത് നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് സവോള 4 എണ്ണം ചെറിയ സവോള കട്ട് ചെയ്ത് വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ പച്ചമുളക് 5 എണ്ണം കീറിയതും നമുക്ക് ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. മിക്സ് ആയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇടുക. ഒത്തിരി ഉപ്പിടേണ്ട, കാരണം നമ്മൾ കാടയ്ക്ക് ഓൾറെഡി ഉപ്പിട്ടതാണ്. അപ്പോൾ അതനുസരിച്ച് ഉപ്പിടാവുള്ളൂ. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കിയിട്ട് ഒരു ലിഡ് വെച്ച് അടച്ച് വെക്കുക. അതൊന്ന് നമുക്ക് ഒന്ന് ലിഡ് തുറന്ന് നോക്കാം. ഉള്ളിയൊക്കെ സവോളയെല്ലാം നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതൊരു 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചാണ്. അതിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ മിക്സ് ചെയ്തിട്ട് തക്കാളി നല്ലോണം വീഴുന്നിടം വരെ ഒന്ന് അടച്ചു വെക്കുക. നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. തക്കാളിയൊക്കെ നല്ലോണം എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം അത് വെച്ചാൽ
മസാല നല്ലപോലെ കുക്കാവണം, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പച്ചമണം നമുക്ക് മണക്കും. അതിൽ കഴിക്കുമ്പോഴും ആ പച്ച ചവ വരും. അതുകൊണ്ട് എപ്പോഴും മസാല നല്ലപോലെ കുക്കായിരിക്കണം. മസാല അത് നല്ലപോലെ കുക്കാവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാം നല്ല സവാളയും എല്ലാം നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. സവാളയും സ്പൈസസ് എല്ലാം നല്ലപോലെ കുക്കായിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തോട്ട് സ്വല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് ഇച്ചിരി കറിവേപ്പില കൂടുതലുള്ള നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതിലേക്ക് കാട മിക്സ് ചെയ്യാം. കാട ഫ്രൈ ചെയ്ത് നേരത്തെ വെച്ചിരുന്നത് നമ്മളതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാലകളെല്ലാം കാടയിൽ നല്ലപോലെ മിക്സ് ആവണം. നല്ലപോലെ അത് പിടിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് ഒരു 5 to 10 minutes ഒന്ന് കുക്ക് ചെയ്യാം. ഒന്ന് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 5 to 10 minutes കഴിഞ്ഞ് നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. റെഡി ആയിട്ടുണ്ട്. മസാലകളൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. എല്ലാം നല്ലപോലെ ഇതായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. പിന്നെ സ്പൈസസ് മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇതിന് ചേർക്കും. കാരണം സ്പൈസസ് എരി കൂടുതലുള്ളവർക്ക് ഇച്ചിരിയും കൂടെ മുളക് പൊടിയൊക്കെ ഇടാവുന്നതാണ്. ഞാൻ ഇവിടെ കൂടുതൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മുളക് പൊടി ഞാൻ കുറച്ച് ചേർത്തത്. ഇനി നമുക്ക് ഇച്ചിരി കറിവേപ്പിലേക്ക് ഒന്നാക്കിയിട്ട് നമുക്ക് ഇച്ചിരി എണ്ണ, പച്ച വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് മേലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കാട റോസ്റ്റ് ഞാൻ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. നിങ്ങളത് ട്രൈ ചെയ്യണം, തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.